കോടതിക്കുള്ളിൽ റീൽസ് എടുത്ത് കളിച്ച് കാപ്പ കേസ് പ്രതികൾ. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കൊല്ലം കോടതിയിൽ നടന്നിട്ടുള്ള ഒരു രംഗം. അവിടെ കാപ്പ കേസ് പ്രതികൾ വിചാരണയ്ക്കായി വന്നപ്പോൾ കോടതിക്കുള്ളിൽ അവർ കടന്ന് കോടതിയിലെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുകയായിരുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന ഈ നടപടിക്കെതിരെ പാരിപ്പള്ളി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തിയിരിക്കുകയാണ്. സ്വമേധയാ ആണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കാപ്പ കേസിലെ ഗുണ്ടകൾ അവിടെ വരുന്നതും ആ കോടതിക്കുള്ളിൽ കയറുന്നതും കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും പിന്നീട് ഇറങ്ങിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾക്ക് പശ്ചാത്തലമായി ഇട്ടിരിക്കുന്നത് ഒരു സിനിമയിലെ മാസ് ഡയലോഗാണ്. നമ്മുടെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു നായകന്റെ ഡയലോഗ്. ആ സിനിമയിൽ അത് വെല്ലിനെതിരായിട്ട് ആയിരിക്കുമെങ്കിലും ഈ ഒരു റീൽസ് വരുമ്പോൾ അത് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സിനിമാ ഡയലോഗാണ്. അത് സാങ്കേതികമായ കാരണങ്ങളാൽ നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല, പുറത്തുവിടാനും കഴിയില്ല. അതേസമയം ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കഴിയും. എന്തൊരു അതിക്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. കാരണം കോടതി എന്ന് പറയുന്നത് അതീവ സുരക്ഷാ സംവിധാനമുള്ള ഒരു ഏരിയയാണ്. ആ കോടതിക്കുള്ളിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ നിയമ ലംഘനമാണ്. കോടതിക്കുള്ളിൽ ഒരു കാരണവശാലും കോടതിയുടെ വിചാരണ നടപടികൾ കോടതിയുടെ അനുമതിയില്ലാതെ ചിത്രീകരിക്കാൻ കഴിയില്ല. കോടതിക്കുള്ളിലെ ഒരു കാരണവശാലും വീഡിയോ ക്യാമറ അടക്കം കൊണ്ടുപോകാൻ കഴിയില്ല. മൊബൈൽ ഫോൺ അടക്കമുള്ളവ പിടിച്ചു വാങ്ങിയിട്ടാണ് കോടതിയിലേക്ക് പോലീസുകാർ പ്രതികളെ കയറ്റിവിടുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പോലീസ് സമഗ്രമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രതികൾ കാപ്പ കേസ് പ്രതികളാണ്. അവരങ്ങനെ കോടതിയിൽ നെഞ്ചു നിവർത്തി വിരടന്നു നിന്ന് നമ്മളെ ഈ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവർ ഈ റീൽസ് ചിത്രീകരിക്കുന്നത്. ആ ദൃശ്യം കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മുടെ പൊതുസമൂഹത്തെയും വെല്ലുവിളിക്കുകയാണ് ഒരു സംഘം കാപ്പ കേസിലെ ഗുണ്ടകൾ. ഈ അക്ഷയ് പാരിപ്പള്ളി എന്ന് പറയുന്ന ഒരാളുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ്, അയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് വഴിയാണ് ഈ ഒരു രംഗം പുറത്തു വന്നത്. അതീവ ഗൗരവമുള്ള സ്വഭാവമുള്ള ഒരു ചിത്രീകരണമാണിത്. റീൽസ് ചിത്രീകരിക്കുക, കോടതിക്കുള്ളിൽ കയറി റീൽസ് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസനീയമാണ്. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ ഗുണ്ടകൾ ചെയ്തിരിക്കുന്നത്. എവിടെയാണ് ഇവിടെ പിഴവ് സംഭവിച്ചത്? പോലീസിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? കാരണം കോടതിക്ക് അകത്തേക്ക് കയറുമ്പോൾ പ്രതികളെ തീർച്ചയായും സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അവരുടെ പക്കൽ മാരകായുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അവരുടെ പക്കൽ സ്ഫോടനാത്മകമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാണ് പ്രതികളെ കോടതിക്ക് അകത്തേക്ക് വിചാരണയ്ക്ക് കയറ്റിവിടുന്നത്. അവിടെ എവിടെയെങ്കിലും പോലീസിന് പിഴച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക, കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റീൽസ് ചിത്രീകരിക്കുന്നത് അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി എന്നതല്ലേ ഇതിൻ്റെ ഒരു ചോദ്യം വരുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു തരത്തിൽ ഈ റീൽസ് ചിത്രീകരിക്കുന്നത് തടയാൻ കഴിയാതെ പോയത്? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ തിരക്കിലായിരിക്കാം. ആ തിരക്കിനെ മുതലെടുത്തുകൊണ്ടായിരിക്കാം ഇവർ ഈ ഒരു റീൽസ് ചിത്രീകരിച്ചത്. ഇവിടെ രണ്ട് തരത്തിലാണ് പിഴവ്. ഒന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായില്ലേ, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ? കാപ്പ കേസിലെ പ്രതികളാണ്. ഇത് ഏതെങ്കിലും പോക്കറ്റ്
കൊള്ളയടിക്കാരനോ അല്ലെങ്കിൽ 10 രൂപ മോട്ടിച്ച കേസിലോ പ്രതികളല്ല, മറിച്ച് ക്രിമിനൽ കേസിലെ പ്രതികളാണ്, കാപ്പ ചുമത്തിയ പ്രതികളാണ്. അവരെ കോടതിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ, കോടതിക്ക് ഉള്ളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളുണ്ട്. ആ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ കാപ്പ പ്രതികൾ കോടതിയിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ മൊബൈൽ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കൃത്യമായും പോലീസ് അവിടെ ഇല്ലേ? പോലീസിന് ഈ കാപ്പ കേസ് പ്രതികളെ കൊണ്ടുവന്ന് കൂട്ടിൽ നിർത്തുക മാത്രമല്ല, അവിടെ പോലീസുകാർ വരേണ്ടതുണ്ട്, അവിടെ അവർക്ക് കാവൽ നിൽക്കേണ്ടത്, പോലീസ് കോടതി നടപടികൾ പോലീസ് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസിന് ഈ കാപ്പ കേസ് പ്രതികളെ കയറ്റിവിടുക മാത്രമല്ല ചെയ്യുന്നത്, പോലീസിന് കോടതിക്കുള്ളിൽ അവിടെ നിൽക്കേണ്ടതുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ പോലീസ് പങ്കാളികളാണ്. അതുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പോലീസിന്റെ സാന്നിധ്യം തന്നെയാണ് ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇത് കാണാതെ പോയത്? എന്തുകൊണ്ടാണ് പോലീസ് ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ജഡ്ജിയുടെ ശ്രദ്ധയിൽ പോലീസുകാർ ഇത് പെടുത്താത്തത്? കാരണം ആദ്യം തന്നെ പോലീസുകാരെ ഇവർ വെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ പോലീസിന്റെ ഒത്താശയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് റീൽസ് എടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നാമതായി പറയാം. 2 കോടതി ഉദ്യോഗസ്ഥരുടെ തിരക്ക് ഉപയോഗിച്ചുകൊണ്ട്, ആ മറവ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ റീൽസ് ചിത്രീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ എന്താണ് സത്യം, എവിടെയാണ് സത്യം എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഈ കാപ്പ കേസ് പ്രതികളെ മുഴുവൻ പേരെയും വീണ്ടും ചോദ്യം ചെയ്യും. എങ്ങനെയാണ്, ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ റീൽസ് ചിത്രീകരിക്കുന്നത്? കോടതിയെ വെല്ലുവിളിക്കുന്ന നടപടിയല്ലേ ഇത്? നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നടപടിയല്ലേ ഇത്? കോടതിക്കകത്ത് കയറി റീൽസ് ചിത്രീകരിക്കുക, അതീവ സുരക്ഷ ഉള്ള കോടതിക്കുള്ളിൽ കയറി റീൽസ് ചിത്രീകരിക്കുക. കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി 3-ലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് സ്വമേധയാ കേസെടുത്ത് എത്രയും വേഗം ഇക്കാര്യത്തിൽ ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അല്ലെങ്കിൽ നാളെയും ഇത്തരത്തിൽ ഗുണ്ടകൾ കയറി കോടതിക്കകത്തെ നിയമവ്യവഹാരങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് പുറത്തുവിട്ട എന്തായിരിക്കും നമ്മുടെ നിയമവ്യവസ്ഥ? ആ നിയമവ്യവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഇത്തരം റീൽസ് ചിത്രീകരണം തുടക്കത്തിലെ നുള്ളിയില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നിയമ സംവിധാനത്തിന് ഭാവിയിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് കർശനമായി തന്നെ ഇവരെ അടിയന്തരമായി തന്നെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട്, കേസെടുത്തുകൊണ്ട്, ഈ കാപ്പ കേസ് ഗുണ്ടകളെ അടിയന്തരമായി കേസെടുത്തുകൊണ്ട് ഈ കോടതിയിൽ വീണ്ടും ഹാജരാക്കണം. ഇതിൻ്റെ പേരിൽ അവർക്കെതിരെ വലിയ കുറ്റം ചുമത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കോടതിക്കകത്ത് കയറി റീൽസ് ചിത്രീകരിക്കുന്നതിന് എതിരായി അവർക്ക് എന്തെല്ലാം ആണോ വകുപ്പുകൾ, ആ വകുപ്പുകൾ മുഴുവൻ ചുമത്തിക്കൊണ്ട്, IT ആക്ട് അടക്കമുള്ള മുഴുവൻ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവരെ എന്നേക്കുമായി തുറുങ്കിലടയ്ക്കണം. അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഈ ഗുണ്ടകൾക്ക് ആരാധകരുണ്ടല്ലോ, അവർക്ക് ഈ കൗമാരക്കാരിലും മറ്റും വലിയ സ്വാധീനമാണ് ചില ഗുണ്ടകൾക്കുള്ളത്. അതുകൊണ്ട് ഇവർ സിനിമ സ്റ്റൈലിലാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ഇറങ്ങി വരുന്നതൊക്കെ വലിയ സിനിമ സ്റ്റൈലിലാണ്. ഈ ഡയലോഗ് ഇട്ടിരിക്കുന്നതും സിനിമയുടെ ഡയലോഗാണ്. അങ്ങനെ നാളെ ഈ ഗുണ്ടകളുടെ അനുഭാവികൾ വീണ്ടും അവരുടെ സംഘത്തിൽ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കോടതിയിൽ കയറി റീൽസ് ചിത്രീകരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിയമവ്യവസ്ഥ? അതുകൊണ്ട് അടിയന്തരമായി ഈ ഗുണ്ടകളെ തളയ്ക്കണം. അടിയന്തരമായി ഈ ഗുണ്ടകളെ വീണ്ടും നിയമങ്ങൾ ചുമത്തി അവനെ എന്നേക്കുമായി അകത്താക്കണം. അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നവർക്ക് അവനോട് വീരാരാധന തോന്നും. അതുകൊണ്ട് അവനെ ആരാധിക്കുന്നവർ വീണ്ടും ഗുണ്ടാ സംഘത്തിലേക്ക് തന്നെ ചേരും. അവന്റെ ഗുണ്ടാ സംഘത്തിലേക്ക്, അങ്ങനെയാണല്ലോ ഗുണ്ടകൾ വളരുന്നത്. ആരാധനാ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക, താൻ അമാനുഷികനാണെന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് കാണിക്കുക. അപ്പോഴാണ് ഒരാൾ ഗുണ്ടയാകുന്നത്. അങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ വളർന്നു വലുതാകുന്നത്. ഗുണ്ടാ നേതാവിന് ആരാധകരുണ്ടായിരുന്നു. ആ ആരാധകർ ആ ഗുണ്ടാ സംഘത്തിൽ ചേരുന്നു, അവൻ്റെ അടിമയായി മാറുന്നു, അവൻ പറയുന്നത് അനുസരിക്കുന്നു. അങ്ങനെയാണ് ഗുണ്ടാ സംഘങ്ങൾ വളർന്ന് വികസിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണ്ടയ്ക്ക് അമാനുഷികനാണെന്ന് വരുത്തി തീർത്തേണ്ട ആവശ്യം അവനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്നത്. തന്നെ ആരാധിക്കുന്ന, തന്നെ ചുറ്റും കൂടുന്ന അവരെയൊക്കെ തന്നെ തങ്ങളുടെ വരുതിയിലേക്ക് വരുത്താൻ വേണ്ടി ഈ ഗുണ്ടാ സംഘങ്ങൾ എന്തും കാണിക്കും. അങ്ങനെ കോടതി പോലും ഞങ്ങൾക്ക് നിയമം പുല്ലുവിലയാണ്, ഞങ്ങൾക്ക് കോടതിയിൽ കയറി റീൽസ് എടുത്താൻ കഴിയും എന്നുള്ള അമാനുഷിക ചിന്ത ഇവർ തങ്ങളുടെ സംഘങ്ങളിലേക്ക്, തങ്ങളെ ആരാധിക്കുന്നവരിലേക്ക് മനസ്സിലൂടെ കയറ്റിവിടുകയാണ്. സമൂഹത്തിന് ഇത് ദോഷമാണ്, പൊതുസമൂഹത്തെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ഒരു ദൃശ്യം. അതുകൊണ്ട് പോലീസ് അടിയന്തരമായി തന്നെ നടപടി സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.